ഇന്നത്തെ ഞങ്ങളെ വെള്ളിയാഴ്ച വ്ളോഗിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. വെള്ളിയാഴ്ച ആകുമ്പോഴാണ് നമ്മളെ മൂപ്പര നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ. വൈശോ കുറച്ച് കൂടുതലായി പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ സംശയിക്കേണ്ട, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് കുറച്ച് ഏറെയാണെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നക്കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാനൊരു ബീഫിൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ ഇതാക്കണ അല്ലറ ചില്ലറ നമ്മുടെ പരിപാടികളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ ചായയോടെയും കാര്യങ്ങളൊക്കെ അങ്ങനെ 8-10 എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് പരീക്ഷൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്ന് എടുത്ത വീഡിയോ ആണ് നോക്കൂ. വെരി ഗുഡ്. പരീക്ഷ പോവുകയാണ് ഗൈസ്. പരീക്ഷയാണ്. എന്ത് പരീക്ഷ ഇട്ടൊന്നും പറയാല്ല, ഒന്നും പറയാനില്ല, സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അവൾ പോയിട്ട് സോഷ്യോളജി ഒന്ന് എഴുതിയിട്ട് വരാം. വെരി ഗുഡ്. എല്ലാവർക്കും +2 എഴുതണം. എല്ലാവർക്കും എൻ്റെ ഒരു വിജയാശംസകൾ. അവഗണനയാണ് മോഡൽ. ഈ വിജയശ്രീ ലാളിതയായിട്ട് വരും. ഇവിടെ ഒന്നുണ്ട്, ഒരു 8ാം ക്ലാസ്സുകാരി ഉണ്ട്. അതിനിപ്പോൾ ഞാൻ ഒരു ഉച്ചയാകുമ്പോഴത്തേന് പറഞ്ഞേക്കണം. ഒരു 8ാം ക്ലാസ്സുകാരി ഉണ്ട് ഇവിടെ. കണ്ടോ, ഇവിടെ ഇരുന്നോൾ പഠിക്കലാണ്, പഠിപ്പാണ്. അപ്പം ഞാൻ ഏതായാലും ഒന്ന് ചായ കുടിക്കണം. 8 മണിയായി സമയം. ചായക്ക് കടി കുറേ അടിക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ കടിക്കണം. ഒരുപാട് പണികളുണ്ട്, ഒരുപാട് പണികളുണ്ട്. അപ്പം ഇന്നത്തെ ചായക്ക് കടി എന്ന് പറഞ്ഞാൽ കപ്പപ്പുഴുക്കുണ്ട്, രാത്രിക്കത്തെ മീൻകറി ഉണ്ട്, പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ട് ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു 500 അരി വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. എന്ത് ബിരിയാണിയാണെന്നല്ലേ, മറ്റേ എന്താപ്പം ഇതിൽ കാണാനില്ല, ഒക്കെ കഴിഞ്ഞു. മറ്റേ ചെമ്പല്ലി മീൻ ഉണ്ടല്ലോ, ചെമ്പല്ലി മീൻ ഇന്നലെ രാവിലെ ഞാൻ മീൻകാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് ഒരു 3 മീൻ. അപ്പോൾ ഞാൻ ഇന്നലെ ഫീൽഡിൽ ഇറങ്ങിയപ്പം ഞാൻ പൊരിക്കാനൊക്കെ ഞാൻ മറന്നു. പിന്നെ രാത്രിയാണ് പൊരിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചെമ്പല്ലി കാച്ചിയാലോ ഒന്ന്. അങ്ങനെ ചെമ്പല്ലി ബിരിയാണിയാണത്. അപ്പോൾ മൂപ്പർക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രിക്കത്താണ്, കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ചെമ്പല്ലിയോണിയും ബിരിയാണി വെക്കാം. ചെമ്പല്ലീൻ്റെ മുള്ളൊക്കെ എടുത്തിട്ടിട്ട് ഇറച്ചി മാത്രം ഇട്ട് ഉള്ളിയും കഴിഞ്ഞും തക്കാളിയൊക്കെ അങ്ങനെ വഴറ്റി ബിരിയാണി മസാലയൊക്കെ ആക്കിയിട്ട് അങ്ങനെ മസാല ആക്കിയിട്ട് അങ്ങനെ നെയ്ച്ചോറിൻ്റെ അപ്പം അങ്ങോട്ട് ദമ്മിട്ട് വെച്ചു. അപ്പോൾ അതാണ് ചെമ്പല്ലി ബിരിയാണി. നല്ല രസമുണ്ടെന്ന് പറഞ്ഞു, ടേബിളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ബിരിയാണി കൂടി ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് കയറ്റട്ടെ, എന്നിട്ട് ചായ കുടിക്കണം. അപ്പം അങ്ങനെ കുളിച്ചേച്ചും വരാം. പിന്നെ ഞാനൊന്ന് ചായ കുടിക്കട്ടെ. രാവിലെ തന്നെ ചോറ് തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ച്, ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ചോറ് തിന്നണ്ടല്ലോ എന്ന് വിചാരിച്ച് നല്ല പൂള ഉടച്ചതുണ്ടായിരുന്നു, കപ്പ ഉടച്ചതുണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, ഇത്തിരി ചാറുണ്ടായിരുന്നു. അതും കൂടി കൂട്ടിയിട്ട് ഞാനങ്ങോട്ട് ചായ കുടിച്ചു. ഇനിയിപ്പോൾ അതാകണം നല്ല പണിയാണ് വരുന്നത്. ഇപ്പം നമ്മൾ ADS ആണല്ലോ, നമ്മൾ ചെറിയൊരു ADS കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ പ്രൊജക്റ്റ് വർക്കുകൾ ചെയ്യാനുണ്ട്. അതൊക്കെ വീടാന്തരം നടന്നാണ് ചെയ്യുകയൊക്കെ വേണം. അതിന് ഉച്ച കഴിഞ്ഞിട്ട് പോകാം. അതിൻ്റെ മുന്നേ ഇതാക്കണം, നമുക്ക് ഉച്ചക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ബീഫ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് ബീഫ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിലർ നമ്മളെ ഈ ഒരു മലപ്പുറത്ത് നിന്ന് മിക്കവാറും ആൾക്കാർ ബീഫൊക്കെ വാങ്ങിയിട്ട് വെള്ളിയാഴ്ച ഞായറാഴ്ചയൊക്കെ ബീഫൊക്കെ വാങ്ങിയിട്ട് അടിച്ച് പൊളിച്ച് തിന്നുന്ന ആൾക്കാരാണ്. അപ്പോൾ അതാണ് മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതാണ് കേട്ടോ, ബീഫാണ് പോലെ പ്രത്യേകത. അപ്പോൾ എല്ലാ മതസ്ഥരും ഇങ്ങനെയൊക്കെ തന്നെ. ഈ കാലത്ത് തിന്നാത്തൊരു ചുരുക്കം ചിലരെ ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടവാണെങ്കിൽ. അപ്പം അങ്ങനെ എൻ്റെ ബീഫ് നന്നാക്കൽ അങ്ങോട്ട് കഴിഞ്ഞ് അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അത് റെസിപ്പി പറയാൻ മാത്രമൊന്നുമില്ല, എന്നും ഞാൻ ഉണ്ടാക്കണ പോലെ തന്നെയാണ്. ഉപ്പും മഞ്ഞൾ മല്ലി നമ്മളെ ബീഫ് മസാലയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും ഒക്കെ പാടിട്ടാണ്ട് ഞാൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് ഞാൻ കൂക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വറവടലും കൂടി ആയ ബീഫ് കറി റെഡിയായി. പെട്ടെന്ന് അതിൻ്റെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പറയാൻ എന്തോരം എളുപ്പമല്ലേ. അപ്പോൾ കുറച്ച് നേരത്തിന് കണ്ടിട്ടാണ് ഞാൻ അത് വെച്ചുണ്ടാക്കിയത്. പിന്നെ അത് ചോറ് വെച്ചു. ചോറിൻ്റെ ബാക്കിൽ ഇതാക്കണം അടിച്ചു വാരി, അതിൻ്റെ ബാക്കിൽ തുടക്കാനുണ്ട്. ഇനിയിപ്പോൾ അടിച്ചു വാരിയത് ഇതായി മുറ്റത്ത് കാക്കിയിട്ട് എവിടെ ഇട്ടിട്ട് കാര്യമില്ല. കോഴിക്കൾ വന്നിട്ട് ചന്നം പിന്നെ ചെനക്കും. ആർക്കോ ചിലവർക്ക് നമ്മളെ ഭാഷ മനസ്സിലാകില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ തന്നെയാണ് നമ്മളെ ഭാഷയും. അച്ചടി ഭാഷയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളെ മലപ്പുറം ഭാഷയിൽ പച്ച മലയാളത്തിൽ വർത്താനം പറയാൻ എനിക്ക് ഇഷ്ടം കേട്ടോ. നെജ്ജ് കജ്ജി പുജ്ജി എന്നൊക്കെ പറയാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഭാഷ പറഞ്ഞ് പഠിപ്പിക്കുകയല്ലേ, പക്ഷെ അത് കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ എൻ്റെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബീഫ് ഇതാക്കുന്ന റോസ്റ്റൊക്കെ ആയി റെഡി ആയിട്ട് തിന്നാൽ മതിഞ്ഞ്. പിന്നെ മുമ്പിൽ ഇതാകണ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പോത്തിനെ കുളിപ്പിക്കലും ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് തേച്ച് വെച്ചൊന്ന് കുളിപ്പിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ വെറുതെ പുഴയിൽ കൊണ്ടുപോയി കടത്തേ ഉള്ളൂ. വെള്ളിയാഴ്ച ആകുമ്പോൾ ഒന്ന് നല്ലപോലൊക്കെ ഒന്ന് ഓലൊക്കെ എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിച്ച് സെറ്റപ്പാക്കി നിർത്തലുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് കേട്ടോ. ഏതാനും കുറച്ച് നേരത്തിന് ശേഷം നമ്മളെ കലവറയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല ബീഫ് റോസ്റ്റ് ചെയ്യുന്നു, നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതിൻ്റെ മണം കേട്ട് ഒരാൾ ഇത് തുള്ളിച്ചാടി ചോറ് തിന്നാൻ വന്നിട്ടുണ്ട്. ചോറ് തിന്നാല പരിപാടിയിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി. ഇവിടെ കപ്പയും ബീഫും. ഞാൻ ഗ്ലാസ് ഒന്ന് എടുത്തുത്താ, ഗ്ലാസ് എടുത്തെടുക്കേ. എന്താണ് നിങ്ങൾക്ക് അറിയില്ല ഇവിടുത്തെ ഗ്ലാസ്. ചേച്ചിക്ക് ഞാൻ എന്ത് കൊടുക്കും പറയൂ. ആ ഫോണെടുത്തുകണേ ഇവിടെ എടുക്കണേ. വെച്ചോ പരീക്ഷക്കൊക്കെ അല്ലേ വെച്ചോടെ. ആ വെച്ചോ ഇവിടെ ഇരിക്ക്. നിന്നെ തല്ലിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. TV കാണാൻ നിൽക്കണ്ട. നിന്റെ അടപ്പവിടെ എന്താ ഇപ്പം ഈ താടിക്കും കയ്യും കൊടുത്ത് കുത്തിരിക്കണേന്നല്ല. മൂപ്പര് നല്ല ഉഷാറായിട്ട് അവിടെ ചോറ് തിന്നിട്ട് ഞാൻ എന്തെങ്ങനെ അണ്ടി പോയി എണ്ണാനെ പോലെ കുത്തിരിക്കണേന്ന് ഈ കാര്യം ചില ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ചിന്തിക്കണില്ല. ഞാൻ ഭയങ്കര ചിന്തയിലാണ് കേട്ടോ. അപ്പോൾ ചിന്ത എന്തെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോസ് ആണല്ലോ ഇത്. അപ്പോൾ നമ്മൾ മാക്സിബിറ്റ് ഇറക്കണോ, അത് ചിലവാകുമോ, ചിലവായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, ഞാൻ തന്നെ ഒരു കൊല്ലം ഇരുന്നാണ്ട് അടിച്ചിട്ട് ഇടേണ്ടി വരും എന്നൊക്കെ ആണ് ഈ ഒരു ചർച്ച ചെയ്യണത്. പക്ഷെ ആ ചർച്ചക്കൊടുവിൽ ഞാൻ ഇതാക്കണം അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർഡർ ആക്കാം. ഞാൻ കുറച്ച് പീസൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ഒന്ന് ചിലവായിട്ടുണ്ട്. കുറച്ച് പീസ് ഇവിടെ ഉണ്ട്, ഒരു 5-6ഓളം പീസ് ഇവിടെ കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ ഉടനെ അത് നിങ്ങളുടെ കയ്യിലെത്തുന്നതാട്ടോ. ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊന്നും തരാൻ നിൽക്കണ്ട. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയില്ലേ. ഇനിയിപ്പോൾ നമ്മൾ വിഷുവിനാണ് ഇറക്കാനുള്ളത്. അപ്പം സംശയിക്കേണ്ട, നല്ല അടിപൊളി കോട്ടനാണ്. മാക്സി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു വികാരമാണല്ലോ അല്ലേ. അപ്പോൾ വികാരം തീർക്കാനായിട്ട് ഒന്ന് ഓർഡർ ചെയ്തിട്ടോളിട്ടോ. നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. വെരി ഗുഡ്. ഇവിടെ കൈ വിറക്കുന്നുണ്ട് എന്നാ പറയുന്നത്. നോട്ടെ കൈ വിറക്കുന്നത് പടപട കണ്ടോ, പടപട നെഞ്ചി വിടക്കുന്നുണ്ട്, കൈ വിറക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഒന്ന് ഓൾ ദ ബെസ്റ്റ് കൊടുക്കാൻ നോക്കും. അപ്പോൾ ചേച്ചി വരുന്നുണ്ട്. ചേച്ചീൻ്റെ എങ്ങനെയാവും പരീക്ഷ എന്നുള്ളത് നമുക്ക് അറിയാം. ചേച്ചീനെ അവിടെ നിന്ന് എടുത്തിട്ട് വേണം എന്നാണ്ട് ആക്കുക. ബസ്സില്ല, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് നമ്മളിത് കൂടെ ബസ്സില്ല കേട്ടോ. ഉച്ചക്ക് നല്ല പോലെ പരീക്ഷ എഴുതുക, വിജയിച്ചു വരും. ഇങ്ങോട്ട് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം. എന്നിട്ട് സൂപ്പറായി, A+, ഡബിൾ പാസ്സാണ് കേട്ടോള്. അതാ പോണു ഒരു പാസ് അപ്പുറത്ത് കൂടെ. അപ്പോൾ ഡബിൾ പാസ്സാണ്. ഒരാളിങ്ങനെ നമ്മൾ വിജയകരമായി ദൗത്യം പൂർത്തീകരിച്ചു. ഇനി നെക്സ്റ്റ് ഏതാ? ഹിസ്റ്റോറിക്കലാണ് അടുത്തത്. അപ്പം അതും അങ്ങനെ ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പോയി ചോറ് തന്നെ. തൈരും ചോറാണ് എനിക്കില്ലേ. ചോറ് തിന്നോ? ചോറ് വേണ്ടെങ്കിൽ വേണ്ട.
അങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടും ഞാനങ്ങോട്ട് കുഴങ്ങി. ഞാൻ എൻ്റെ പണി അങ്ങോട്ട് മറന്നു പോയതെന്ന് ഞാനിത് എൻ്റെ പണി കണ്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. കുറച്ച് അടിക്കാനുണ്ട്, അതും കൂടി അടിച്ച് തീർക്കട്ടെ. ഇതിപ്പോൾ റെഡിമെയ്ഡ് മാക്സിയാണുള്ളത്, അതൊന്ന് ചുരിദാറാക്കി കൊടുക്കണം. മുന്നത്തെ സിബും കാര്യങ്ങളും ചിറകും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓപ്പണിൽ ഒരു ചുരിദാറാക്കി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ആക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറ എവിടെ വെച്ചിട്ടുള്ളത് വെച്ചാൽ നമ്മളെ നേരെ ഈ മെഷീൻ്റെ അവിടെ തന്നെ ഒരു വാതിലുണ്ട്. ആ വാതിലിൻ്റെ ഒരു കൈയുണ്ട് കേട്ടോ. ആ ഒരു കയ്യുമ്മലാണ് നമ്മൾ ക്യാമറ വെച്ചിട്ടുള്ളത്. എന്നാണാവോ ചാടിപ്പോട്ടല്ലേ ചാടിപ്പോട്ടാഞ്ഞ് ബാക്കിയൊന്നുമില്ല. മാറാല കെട്ടിയിരിക്കണം നമ്മളെ ഫോണിൻ്റെ മുൻഭാഗം ആകപ്പാടെ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തളരാൻ നിന്നാണ്ടല്ലോ, തളരാനേ നേരം ഉണ്ടാവുള്ളൂ. അത് തളരണ്ട, മുന്നോട്ട് അങ്ങോട്ട് പോട്ടല്ലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. കറണ്ടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഇത് അടിച്ചെടുക്കട്ടെ. കുറച്ചേ അടിക്കാനുള്ളൂ, കുറച്ചല്ല, മുൻഭാഗം ഒന്നും ചെയ്യാനൊന്നുമില്ല. സിബ് കൊണ്ട് എടുത്തിട്ട് ഒന്ന് കൂട്ടി അടിച്ചാൽ മതി. പക്ഷേ അതിന് ഓപ്പൺ വെക്കണം, കൈയൊന്ന് ലെങ്ത്ത് കൂട്ടണം, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ കണ്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്, അറിയാമല്ലോ, തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നിങ്ങളെ മറന്നിട്ടുള്ള ഒരു പരിപാടി ഇമ്മക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഓടി ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ തിക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്തോളി.